ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ അൽഹംദുലില്ലാ സുഖമായിരിക്കുന്നു. ഇന്ന് ഫ്രൈഡേത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്ന് വെച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. പുറത്തൊക്കെ പോയിട്ട് കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഒക്കെ തെറ്റി. മോനിക്ക് ചെറുതായിട്ടൊരു വയറുവേദന. അപ്പോൾ പിന്നെ വേറെ ഒന്നും വിചാരിച്ചില്ല, വേഗം ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. നമ്മൾ ബദറിൽ, ദമാമിലെ ബദറിലാട്ടോ കാണിക്കാറുള്ളത്. അപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല, വെള്ളം കൂടുതൽ കൊടുക്കാൻ, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാനാണ് പറഞ്ഞിരുന്നത്. ഓനിപ്പോൾ വെള്ളം കൂടി തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് 5 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ വെജിറ്റബിൾസ് നല്ലോണം കൊടുക്കാൻ, അതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ, ജ്യൂസ് അടിച്ച് കൊടുത്ത് അതിൻ്റെ ഫൈബർ കുറയുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ മരുന്നൊക്കെ മേടിച്ച് നമ്മളിതാ പുറത്തിറങ്ങി. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് ഗ്രോസറിയും മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ ലുലുവിലേക്ക് വിട്ടു. ഒരാഴ്ചത്തേക്കുള്ള ഗ്രോസറി ആയിട്ട് മേടിക്കുക. ചില സാധനങ്ങളൊക്കെ നമ്മൾ ഒരു മാസത്തേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. കുക്കിംഗ് ഓയിൽ, സോപ്പ് പൊടി, ചപ്പാത്തിപ്പൊടി, പത്തിരിപ്പൊടി, ഇതൊക്കെ നമ്മൾ ഒരു മാസത്തേക്കുള്ളത് മേടിച്ച് വെക്കും. ബാക്കിയുള്ളതൊക്കെ പിന്നെ നമ്മൾ കഴിയുമ്പോൾ അങ്ങനെ വന്ന് മേടിക്കുക ചെയ്യാറുള്ളത്. പിന്നെ ഇവിടെ ചെമ്മീൻ സീസൺ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓഗസ്റ്റ് 1 മുതൽ സൗദിയിൽ ചെമ്മീൻ സീസൺ സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മളെ കത്തീഫിൽ നിന്നാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഏറ്റവും കൂടുതൽ ഫിഷ് പോകുന്നത് ഇവിടുന്ന് കത്തീഫ് ഫിഷ് മാർക്കറ്റിൽ നിന്നാണെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ അതാ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ഫിഷ്, ചിക്കന്, മീറ്റ് എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനിക്കൊന്ന് മുകളിലേക്ക് പോകണം. അവനിക്ക് എന്തെങ്കിലും ഒരു ടോയ് വേണം. അങ്ങനെ ഉപ്പയും മോനും പാടെ അത് മേടിക്കാൻ പോവുകയാണ്. അവൻ പറയുന്നത് എല്ലാം ഒന്നും മേടിച്ചു കൊടുക്കൂല കേട്ടോ. എന്നാൽ എല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കാതിരുന്നാൽ കുട്ടികൾക്കും പെട്ടെന്ന് മടുപ്പാവൂലേ. അപ്പോൾ അവനോട് ഇങ്ങനെ പറയും, നമ്മൾ പ്രൈസ് കൂടുതലുള്ളതൊക്കെയാണ് അവൻ കാണിച്ചു തരുന്നതെങ്കിൽ നമ്മളിങ്ങനെ പറയും, ഇത്ര പ്രൈസ് ഉള്ളതിനൊന്നും ഇല്ല അത്, അപ്പോൾ അത് വേണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഓക്കെയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കും, ഇതിന് എത്രയമ്മ പ്രൈസ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ നമുക്കും അഫോർഡബിൾ ആയിട്ടുള്ളത് തന്നെ നമ്മൾ അവനക്ക് മേടിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അത് ഓനിക്കും അറിയാം. അതുകൊണ്ട് അവൻ അങ്ങനെ വാശിയൊന്നും കാണിക്കാറില്ല. അങ്ങനെ ഇവിടെ ഉപ്പയും മോനും ടോയ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളത് ബില്ല് ചെയ്യാൻ വന്നു. പരാതികൾ ഒരുപാടുണ്ട് കേട്ടോ. എനിക്കത് മേടിച്ചു തന്നില്ല, ഇത് മേടിച്ചു തന്നില്ല, എനിക്കത് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളതങ്ങോട്ട് വല്ലാണ്ട് മൈൻഡ് ചെയ്യില്ല. നമ്മളത് കൂടുതൽ നമ്മളതിൽ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് കുട്ടികൾ വീണ്ടും അതന്നെ പറഞ്ഞ് വാശി പിടിക്കുക. അപ്പം ഞങ്ങളിതുപോലെ എന്തെങ്കിലും കൂടുതലായിട്ട് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യില്ല. ഓക്കെ, നമുക്ക് പിന്നെ മേടിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് നമ്മൾ അവനെ അങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒക്കെ സാധനങ്ങളൊക്കെ എടുത്തേക്കാണ്. നമ്മൾ സംസം മേടിച്ചിരുന്നു കേട്ടോ. നമ്മളിതുപോലെ ഇങ്ങനെ പൈസ കൊടുത്ത് സംസം മേടിക്കൽ കുറവാണ്. നമ്മൾ മക്കത്ത് പോകുമ്പോൾ നമ്മൾ അവിടുന്ന് അങ്ങനെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളത്, ഒരു വർഷത്തിനൊക്കെ ഉപയോഗിക്കാനുള്ളത് നമ്മളിതുപോലെ കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുവരിക ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പോൾ 2 വർഷത്തോളമായി നമ്മളിപ്പോൾ ഉംറയ്ക്ക് പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസം കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പൈസ കൊടുത്തിട്ട് മേടിക്കുക ചെയ്തത്. പിന്നെ ഫ്രൂട്ട്സ് കുറച്ച് മേടിച്ചിരുന്നു. മോനിക്ക് ഓറഞ്ച് നല്ലോണം കൊടുക്കാൻ പറഞ്ഞിരുന്നു ഡോക്ടർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അവക്കാഡോ, ഇതൊക്കെ അവൻ ജ്യൂസ് അടിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യാറുള്ളത്. അവനങ്ങനെ കൊടുത്താൽ അവനക്കത് കഴിക്കില്ല, അവനത് തുപ്പി കളയുള്ളൂ. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുക്കുക ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞത് ജ്യൂസ് അടിച്ച് കൊടുക്കരുത്, അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കുറയുമെന്നാണ് പറഞ്ഞത്. കഷ്ണം വെട്ടിയിട്ട് തന്നെ അങ്ങനെ കൊടുത്ത് കഴിപ്പിച്ച് ശീലിപ്പിക്കാനാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ അധികം ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പാസ്ത. പക്ഷേ ഞാൻ എപ്പോഴും ഒരു പാക്കറ്റ് എന്തായാലും ഞാൻ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ. കാരണം എപ്പോഴെങ്കിലും എന്തെങ്കിലും പെട്ടെന്നൊന്ന് എങ്ങോട്ടെങ്കിലും പോകാനെന്ന് വെച്ചെങ്കിൽ അപ്പോൾ ഫുഡ് റെഡിയാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിതുപോലെ പാസ്ത ഇങ്ങനെ മേടിച്ചിട്ട് അത് വേഗം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുക. എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷേ അധികം ഉണ്ടാക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഇവിടെ നമുക്ക് നോർമലായിട്ടുള്ള നമ്മളുടെ ഫുഡ്, പുട്ട്, ഇഡ്ഡലി, ദോശ, അങ്ങനത്തെ ഫുഡുകൾ തന്നെയാണ് കൂടുതലും ഇഷ്ടം. മോനിക്ക് ഇവിടെ പാസ്തേനേക്കാൾ കൂടുതൽ ഇഷ്ടം ന്യൂഡിൽസാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് പാസ്തയല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എപ്പോഴും ഒരു പാക്കറ്റ് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. പഴം ഇവിടെ അങ്ങനെ എനിക്കും മോനിക്കും അധികം ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഹസ്ബൻഡിന് ഇഷ്ടമാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ അവിടെ പഴം മേടിക്കുക. എനിക്കില്ലേ ഈ സാധനങ്ങൾ മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് സാധനത്തേക്ക് വെക്കണം കേട്ടോ. എനിക്ക് അങ്ങനെ ഇങ്ങനെ കിടക്കണമെന്നൊന്നും, കിച്ചൺ അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കണമെന്നൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനതപ്പോൾ തന്നെ വേഗം അത് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നൊരു സാധനമാണ് കേട്ടോ അത്. അൽഹംദുലില്ലാ എനിക്കതിപ്പോൾ മേടിക്കാൻ കഴിഞ്ഞു. നമ്മളിതുപോലെ ഗ്രോസറി സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് നമ്മളെ ബഡ്ജറ്റിലും കുറവ് ഏത് മാസമാണ് വരുന്നത് ആ സമയത്താട്ടോ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് സാധനങ്ങളോ അല്ലാന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലും ഫർണിച്ചറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുക. ഞാൻ അങ്ങനെയാണ് കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. കാരണം നമ്മൾ ഗ്രോസറി സാധനങ്ങൾ കൂടുതൽ മേടിച്ച് നമ്മൾ ആ മാസത്തെ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഫർണിച്ചറോ അങ്ങനെയൊന്നും നമ്മളിവിടെ മേടിക്കില്ല. ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്യാറുള്ളത്.
ഏത് മാസമാണ് നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിലും കുറവ് സാധനങ്ങൾ വന്നത്. നമ്മൾ ഈ ബൾക്കായിട്ട് സാധനങ്ങൾ മേടിക്കണോണ്ട് തന്നെ ചില മാസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രോസറി സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൽ ബഡ്ജറ്റ് കുറവുള്ള മാസങ്ങളിലാണ് ഞാൻ ഇതുപോലെ മേടിക്കുക. ഇതന്നെ ഞാനിപ്പോൾ ഒരു 5-6 തവണ നോക്കിയിട്ടാട്ടോ ഇപ്രാവശ്യം അങ്ങോട്ട് പോയിട്ട് എടുത്തത്. ഇത് ന്യൂട്രി കുക്കിൻ്റെ 5 ലിറ്റർ വരുന്ന എയർ ഫ്രയറാണ് കേട്ടോ. എയർ ഫ്രൈ, ബേക്ക്, റോസ്റ്റ്, റീഹീറ്റ് ഈ 4 ഓപ്ഷൻസാണ് ഇതിൽ വരുന്നത്. സ്ലിം സൈസ് ആയിട്ടാണ് വരുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ന്യൂട്രി കുക്ക് ആവുകൊണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും. ഞാൻ ഒരുപാട് കാലമായിട്ട് മേടിക്കണമെന്ന് വിചാരിച്ചത് കാര്യമാണ്. ഇപ്പോഴാണ് ഇപ്പോൾ അതിൻ്റെ സമയം വന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അത്യാവശ്യം സ്പേഷ്യസുമാണ്. ഇനിയിപ്പോൾ ഇത് എവിടെ വെക്കുക എന്നുള്ളതാണ്. കാരണം 220 വരുന്നത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വെക്കുന്ന ആ സൈഡിൽ മാത്രമാണ്. അപ്പോൾ ഇതിനെ ഒരു മെക്കാനിക്കിനെ കൊടുത്തിട്ട് ഞാൻ ആദ്യം അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. എന്നാലേ ഇനിയിപ്പോൾ ഇത് സെറ്റാക്കാൻ പറ്റുള്ളൂ. ഇൻസ്റ്റയൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല എയർ ഫ്രൈ റെസിപ്പീസ് കാണുമ്പോൾ അതൊക്കെ ഞാനിങ്ങനെ സേവ് ചെയ്ത് വെക്കാറുണ്ട്. എപ്പോഴെങ്കിലും മേടിക്കാമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഹെൽത്ത് വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറഞ്ഞ അളവിൽ എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാം. എനിക്കിത് നല്ലൊരു ഓപ്ഷനായിട്ടോ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എന്തായാലും ഈ ടേബിളിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കുള്ളൊരു ഹോബിയാണ് ഇതുപോലുള്ള കാർഡ്ബോർഡ് ഡപ്പകൾ കളക്ട് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോപ്പിൻ്റെ ഡപ്പകളൊക്കെ എടുത്ത് വെക്കുക, അൽമറയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണമായിരിക്കും അൽമറ തുറക്കുന്ന സമയത്ത്. അങ്ങനെ ഇത് ഞാൻ എന്തായാലും ഭദ്രമായിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. എന്തിനാണെന്നൊന്നും അറിയില്ല, ചിലപ്പോൾ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. പിന്നെ ഞാനില്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് മോൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ എല്ലാ ഈവനിങ്ങിലും ഞാനത് നോക്കാറുണ്ട് കേട്ടോ. അവനെ പഠിപ്പിക്കാതിരിക്കലും മാത്രമല്ല, അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിക്കുക, അല്ലെങ്കിൽ അവനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളതിൽ അവൻ്റെ കൂടെ ഇരുന്ന് ഇൻട്രാക്ട് ചെയ്യുക, അതൊക്കെ ചെയ്യുന്ന സമയത്ത് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനക്ക് കളർ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ ഇരുന്ന് അതിനോട് സജഷൻസ് പറഞ്ഞു കൊടുത്താൽ അവനും ഓക്കെയാണ്. അല്ല അവനക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അവൻ തിരിച്ചും പറയും. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, കുട്ടികൾ ചിന്തിച്ച് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അവരോട് ഇൻട്രാക്ട് ചെയ്യണമെന്ന്. പിന്നെ കുട്ടികൾ കുട്ടികളായിട്ടിരിക്കുന്നത് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമാണ്. അപ്പോൾ എത്രമാത്രം നമുക്ക് അവരോട് നല്ല രീതിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നമ്മളത് ചെയ്തു കൊടുക്കണം. അത് ഒരു പാരൻ്റ് എന്ന നിലയിൽ നമ്മളുടെ കടമയാണത്. ചിന്തിക്കുന്ന കുട്ടികളിലാണ് വിവേകം ഉണ്ടാവുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ശരി ഏതാണ് തെറ്റ് ഏതാണെന്നുള്ളത് അവരെന്നെ സ്വയം ചിന്തിച്ച് അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെത്ര പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അവരത് സ്വയം മനസ്സിലാക്കി എടുക്കുന്നത് പോലെ ആവില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. അപ്പോൾ ഇതിനും ബിരിയാണിൻ്റെ ദമ്മൊക്കെ പൊട്ടിക്കാറായിരുന്നു. ബിരിയാണിക്ക് ദമ്മിട്ടിട്ടാണ് ഞാൻ മോൻ്റെ കൂടെ ഇരുന്നിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് അത് മാറ്റി വെച്ചു. ബിരിയാണി രാത്രിക്ക് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ സുഖമാണ്. പിന്നെ പിറ്റേ ദിവസത്തേക്ക് എന്താണെന്നുള്ളത് നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിരിയാണീൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതന്നെ മോർണിംഗ് കഴിക്കുക ചെയ്യുക. അപ്പോഴത്തേനും അവൻ പറഞ്ഞു എനിക്കൊരു ബൂസ്റ്റ് വേണമെന്ന്. ഈ ഹോർലിക്സോ ബൂസ്റ്റോ മേടിച്ചാൽ ഇതാകലൊരു പ്രശ്നം. പിന്നെ അവനിക്ക് നോർമൽ ഫുഡ് വേണ്ട, ഇത് മാത്രം മതി. എപ്പോഴാണെങ്കിലും ഇത് മാത്രം മതി എന്നേ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ അധികം മേടിച്ച് കൊടുക്കാറില്ല. പിന്നെ നമ്മളോട് ഇങ്ങനെ സോപ്പിടുമ്പോൾ പിന്നെ നമ്മളെങ്ങനെ മേടിച്ച് കൊടുക്കാതിരിക്കുക. അങ്ങനെ പ്രാവശ്യം ഒരു കുപ്പി എടുത്തതാണ്. അത് ഓൻ തന്നെ ഉണ്ടാക്കുക, എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കാറിട്ട് ഓൻ തന്നെയാണ് കിച്ചണിൽ എന്നെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. കിച്ചണിൽ അവനക്ക് കിച്ചണിലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ എപ്പോഴും ഒരു ഹെൽപ്പറായിട്ട് കൂടെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെയാണ് എന്നാണ്. ഉമ്മാരുടെ പിന്നാലെ കിച്ചണിൽ ഇരിക്കുന്നുണ്ടാവും, എല്ലാ വർക്കിലും ഹെൽപ്പറായിട്ട് നിൽക്കുന്നുണ്ടാവും. എന്തായാലും മാഷാ അല്ലാ മോനും എൻ്റെ കൂടെ എപ്പോഴും എല്ലാ കാര്യത്തിനും ഉണ്ടാവാറുണ്ട് കേട്ടോ. അവനിക്ക് കുക്ക് ചെയ്യണം എന്നുള്ളൊരു വാശിയാണ്. പക്ഷേ ഈ സ്റ്റൗവിൻ്റെ അടുത്തൊന്നും ഞാൻ നിർത്താറില്ല. കാരണം എന്തെങ്കിലും പൊട്ടിത്തെറിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.